നമ്മൾ ഓരോരുത്തരുടെയും ആത്മകഥ എന്നത് വെറും വാക്കുകളാണ്. വാക്കുകളുടെ ഈ വലിയ തടവറയിലാണ് നാം ജീവിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, വാക്കുകളില്ലാത്ത ഒരു നിമിഷം പോലും നമുക്കുണ്ടോ? സ്വന്തം നിഴലിനെ നോക്കി അത് താനാണെന്ന് കരുതുന്ന വിഡ്ഢിത്തത്തിലാണ് നമ്മൾ. മനസ്സിലെ ഈ വാക്കുകളെ നമ്മൾ നമ്മുടെ സ്വത്വമായി കാണുന്നു. ഈ താതാത്മ്യപ്പെടലാണ് നമ്മുടെ എല്ലാ ദുരിതങ്ങളുടെയും അടിസ്ഥാനം. ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ശിവൻ നൽകുന്ന വിദ്യ ലളിതമാണ്. വാക്കുകളിൽ നിന്ന് ശബ്ദങ്ങളിലേക്കും ശബ്ദങ്ങളിൽ നിന്ന് ഉള്ളിലെ വികാരങ്ങളിലേക്കും തിരിച്ചു നടക്കുകയെന്ന്. വാക്കുകൾക്ക് നാം നൽകിയ അർത്ഥങ്ങൾ വെറും സങ്കല്പങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയുക. വികാരങ്ങളുടെ ആഴങ്ങളിലെത്തുമ്പോൾ ആ വികാരങ്ങളെയും ഉപേക്ഷിച്ചേക്കുക. അപ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ വീഴും. അവിടെ വാക്കുകളില്ല, ചിന്തകളില്ല, അഹന്തയില്ല. ആ നിശബ്ദതയാണ് പരമമായ സ്വാതന്ത്ര്യം. വാക്കുകൾ അവസാനിക്കുമ്പോൾ സത്യം ഉദിക്കും. പ്രിയമുള്ളവരെ, നമസ്കാരം. ഓരോരുത്തരിലും വസിക്കുന്ന ആ പരമ ദിവ്യചൈതന്യത്തിന് എൻ്റെ വിനീതമായ പ്രണാമം. ദിവ്യബോധം എന്ന ഈ ആത്മീയ പ്രവാഹത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വാക്കുകളുടെ കോലാഹലങ്ങൾക്കിടയിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയ നമ്മുടെ തന്നെ നിശബ്ദതയെ തിരികെ പിടിക്കുവാനുള്ള ഒരു എളിയ പരിശ്രമമാണിത്. അറിവുകൾക്കുമപ്പുറം അനുഭവത്തിൻ്റെ വെളിച്ചം തേടി നമ്മെ നമുക്ക് തന്നെ വെളിപ്പെടുന്ന ആ അപൂർവ നിമിഷങ്ങളിലേക്ക് നമുക്ക് ഒന്നിച്ച് ഇറങ്ങിച്ചെല്ലാം. വിജ്ഞാനത്തിൻ്റെ ഈ മഹാസമുദ്രത്തിൽ ഒരു ചെറിയ തിരമാലയായി അലിഞ്ഞു ചേരാൻ തയ്യാറെടുക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത ചിന്തകനായ ജീൻ പോൾ സാർത്ത് തൻ്റെ ആത്മകഥയ്ക്ക് നൽകിയ പേര് വേർഡ്സ് അഥവാ വാക്കുകൾ എന്നായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് സാർത്തിൻ്റെ മാത്രം കഥയല്ല. ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഓരോ മനുഷ്യൻ്റെയും ആത്മകഥയാണ്. നമ്മൾ നമ്മെ തന്നെ ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ വാക്കുകളാൽ നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ഉപബോധ മനസ്സ് വാക്കുകളെയും ചിന്തകളെയും ചവച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവൻ ഈ വിദ്യയിലൂടെ നമ്മോട് പറയുന്നത് നമ്മുടെ ഈ മനസ്സെന്നത് വാക്കുകളുടെ ഒരു സഞ്ചയം അഥവാ വാക്കുകളുടെ ഒരു കൂട്ടം മാത്രമാണ് എന്നാണ്. എന്നാൽ ഈ വിദ്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് വാക്കുകൾക്കപ്പുറമുള്ള ഒന്നിനെക്കുറിച്ച് വാക്കുകളിലൂടെ തന്നെ വിവരിക്കേണ്ടി വരുന്നു എന്നതാണ്. ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഈ മനസ്സെന്നൊരു ഒഴിയാബാധയായി മാറിയിരിക്കുകയാണ്. വാക്കുകളില്ലാത്ത ഒരു നിമിഷം പോലും നമുക്കില്ല. ഈ വാക്കുകളുടെ തിരശീലയ്ക്ക് പിന്നിലാണ് ആത്മാവ് അഥവാ ബോധം നിലകൊള്ളുന്നത്. ശിവൻ ദേവിയോട് സംവദിക്കുന്നത് പോലെ നമ്മൾ ഒരിക്കലും മനസ്സിലല്ല വസിക്കുന്നത്. ഒന്നുകിൽ നമ്മൾ മനസ്സിന് താഴെയാണ്, അല്ലെങ്കിൽ മനസ്സിന് പുറകിലാണ്, അല്ലെങ്കിൽ അതിന് മുകളിലാണ്. എന്നാൽ ഒരിക്കലും നമ്മൾ മനസ്സല്ല താൻ. നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നവും ഇതാണ്. ഒരു മനുഷ്യൻ തൻ്റെ നിഴലിനെ നോക്കി അത് താനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് പോലെയാണ് നമ്മൾ മനസ്സുമായി താതാത്മ്യപ്പെട്ടിരിക്കുന്നത്. ഈ നിഴലിൽ നമ്മൾ എത്ര മാറ്റങ്ങൾ വരുത്തിയാലും നമ്മുടെ യഥാർത്ഥ സ്വത്വം അവിടെ മാറുന്നില്ല. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഈ നിഴലാണെന്നാണ്. ഈ തെറ്റായ ധാരണയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളുടെയും കാരണം. നമുക്കൊരു വലിയ ബുദ്ധിശാലിയാകാൻ കഴിഞ്ഞേക്കാം, എന്നാൽ മനസ്സുമായുള്ള ഈ താതാത്മ്യപ്പെടൽ
നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ആത്മീയമായി ഒരു ഇടത്തരം നിലവാരത്തിൽ തന്നെ തുടരും. കാരണം നമ്മുടെ മുഴുവൻ ജീവിതവും പടുത്തുയർത്തിയിരിക്കുന്നത് ഒരു കപടമായ നിഴലിന്മേലാണ്. മനസ്സിനെ നവീകരിച്ചത് കൊണ്ട് മാത്രം നമ്മിൽ നിന്നും അജ്ഞത ഇല്ലാതാകില്ല. അത് ചായം തേച്ച ഒരു തടവറ പോലെയായിരിക്കും. തടവറ മനോഹരമാക്കിയതുകൊണ്ട് നമ്മൾ സ്വതന്ത്രനാകില്ലല്ലോ. നമ്മൾ തിരിച്ചറിയേണ്ടത് മനസ്സിൻ്റെ ഈ പ്രവർത്തന രീതിയെക്കുറിച്ചാണ്. ധ്യാനത്തിൻ്റെ ഓരോ വിദ്യയും മനസ്സിനെ നശിപ്പിക്കാനുള്ളതല്ല, മറിച്ച് മനസ്സിനപ്പുറത്തേക്ക് പോകാനുള്ള പ്രക്രിയകളാണ്. നമ്മെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ നാം വാക്കുകളല്ല എന്ന ആദ്യത്തെ തിരിച്ചറിവ് അനിവാര്യമാണ്. നമ്മൾ നമുക്കുള്ളിലെ വാക്കുകളുടെ ആ ചങ്ങലയെ നോക്കി നിൽക്കാൻ ശീലിക്കുകയാണ്. നാം ഒരു വാക്കിനാലും ബന്ധിക്കപ്പെടാത്ത ശുദ്ധമായ ആകാശമാണെന്ന ബോധ്യത്തിലേക്ക് ഈ യാത്ര നമ്മെ നയിക്കും. മനസ്സെന്നത് ഒരു അത്യാവശ്യമാണ്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനത് വലിയൊരു പങ്കു വഹിച്ചിട്ടുണ്ട്. നോക്കൂ, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ്? എന്തായിരിക്കും അത്? മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം ചിന്തകളാണ്. പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് ശാരീരികമായി വളരെ ബലഹീനനാണ് മനുഷ്യൻ. ഒരു പുലിക്കോ സിംഹത്തിനോ ഉള്ള കായിക ബലം നമുക്കില്ല. പക്ഷേ ഈ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ മനുഷ്യൻ ചിന്തയെ ഒരു ആയുധമായി ഉപയോഗിച്ചു. മനുഷ്യന് അതിജീവിക്കാൻ കഴിഞ്ഞത് അവന് ചിന്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. മൃഗങ്ങൾക്കെതിരെ മാത്രമല്ല, പ്രകൃതിയിലെ പ്രതിസന്ധികൾക്കെതിരെയും മറ്റു മനുഷ്യർക്കെതിരെയും മനസ്സവനെ ഒരു രക്ഷാകവചം പോലെ സംരക്ഷിച്ചു. ഈ സംരക്ഷണം നൽകിയത് മനസ്സായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമ്മൾ മനസ്സുമായി ആഴത്തിൽ താതാത്മ്യപ്പെട്ടവനായി മാറി. നമ്മൾ ശരീരവുമായി അത്രയധികം താതാത്മ്യപ്പെട്ടിട്ടില്ല എന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മതങ്ങൾ എപ്പോഴും ശരീരമല്ല നിങ്ങളെന്ന് പറയാറുണ്ടെങ്കിലും വാസ്തവത്തിൽ ശരീരവുമായുള്ള താതാത്മ്യപ്പെടൽ മനസ്സിനെ അപേക്ഷിച്ച് അത്ര മാരകമല്ല. കാരണം ശരീരം കൂടുതൽ വാസ്തവമാണ്. അത് അസ്തിത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാൽ മനസ്സെന്നതോ വെറുമൊരു നിഴൽ മാത്രമാണ്. ഓഷോ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് രോഗമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് വലിയ വിഷമമൊന്നും തോന്നില്ല. കാരണം ശരീരം എന്നത് നമ്മുടെ കൈവശമുള്ള ഒരു ഉപകരണം മാത്രമാണെന്ന് അബോധ മനസ്സുകൊണ്ട് നമുക്കറിയാം. എന്നാൽ നിങ്ങളുടെ മനസ്സിന് രോഗമാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു മാനസിക രോഗിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്കത് വളരെയേറെ മുറിവേൽക്കപ്പെടും. അങ്ങനെയല്ലേ? സത്യത്തിൽ എന്തുകൊണ്ടാണിത്? കാരണം ശരീരത്തെ നമ്മൾ ഒരു അടിമയായോ ഉപകരണമായോ ആണ് കാണുന്നത്. എന്നാൽ മനസ്സിനെ നമ്മൾ നമ്മുടെ സ്വത്വമായി കരുതുന്നു. ശരീരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ യജമാനനാണ്, പക്ഷേ മനസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ആ മനസ്സായി തന്നെ മാറുകയാണ്. ഈ വിഭജനമാണ് നമ്മുടെ അഹന്തയെ സൃഷ്ടിക്കുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നത് അതിജീവനത്തിനായി നമ്മൾ രൂപപ്പെടുത്തിയ ഈ മനസ്സ് എങ്ങനെ പതുക്കെ നമ്മെ തന്നെ വിഴുങ്ങുന്ന ഒരു അഹന്തയായി മാറി എന്നാണ്. നമ്മെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഈ രക്ഷാകവചം മാറ്റി ബോധത്തിൻ്റെ ശുദ്ധമായ തലത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഒരു സംഘർഷം നടക്കുന്നുണ്ട്. മനസ്സും ശരീരവും തമ്മിലുള്ള സംഘർഷം, അല്ലെങ്കിൽ യുദ്ധം. ശരീരം എന്നത് ഈ പ്രകൃതിയുടെ ഭാഗമാണ്. അതിന് അതിൻ്റേതായ അബോധപൂർവമായ നിയമങ്ങളുണ്ട്. എന്നാൽ മനസ്സ് അഥവാ നമ്മുടെ അഹന്ത ആ നിയമങ്ങളെ മറികടക്കാനും നിയന്ത്രിക്കാനും ശ്രമിക്കുകയാണ്. ശിവനിതിനെ മനോഹരമായ ഒരു ഉപമയിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഒരു മരത്തിൻ്റെ ചെറിയൊരു ശിഖരം
ആ മുഴുവൻ മരത്തെയും അതിൻ്റെ ആഴത്തിലുള്ള വേരുകളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണത്. ഒരു ശിഖരത്തിന് എങ്ങനെയാണ് വേരുകളെ നിയന്ത്രിക്കാൻ കഴിയുക? ആ ശിഖരം നിലനിൽക്കുന്നത് തന്നെ വേരുകൾ നൽകുന്ന ഊർജം കൊണ്ടാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായ മനസ്സ് ശരീരത്തെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പരാജയപ്പെടും. ഈ പരാജയമാണ് ജീവിതത്തിൽ ഇച്ഛാഭംഗം സൃഷ്ടിക്കുന്നത്. അഹന്ത എപ്പോഴും അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് അഹന്തയ്ക്കൊരു വെല്ലുവിളിയല്ല. ലൈംഗികതയെയും മരണത്തെയും മനുഷ്യൻ ഭയപ്പെടുന്നത് അവിടെ തൻ്റെ ഞാനെന്ന നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടാണ്. രതിമൂർച്ഛയിലോ മരണത്തിലോ അഹന്തയ്ക്ക് നിലനിൽപ്പില്ല. മതപരമെന്ന് പറയപ്പെടുന്ന പല വൈരാഗ ജീവിതങ്ങളും വാസ്തവത്തിൽ ശരീരത്തിനെതിരെയുള്ള അഹന്തയുടെ യുദ്ധമാണ്. ശരീരത്തെ പട്ടിണിക്കിടുന്നതും ശിക്ഷിക്കുന്നതും അഹന്തയ്ക്കൊരു തരം വിജയോന്മാദം നൽകും. എന്നാൽ പ്രകൃതിയെ തോൽപ്പിക്കാൻ ഒരു ഭാഗത്തിന്, അതായത് മനസ്സിന് കഴിയില്ല. നമ്മൾ തീരുമാനിക്കുന്നത് ശരീരം ശ്രദ്ധിക്കാതെ വരുമ്പോൾ നമ്മുടെ അഹന്തയ്ക്ക് മുറിവേൽക്കും. നമ്മുടെ അഖണ്ഡമായ അസ്തിത്വത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് നമ്മുടെ മനസ്സ്. ഈ അംശം പരമാധികാരിയാകാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ സമാധാനം നഷ്ടപ്പെടുന്നത്. നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് മനസ്സിനെ അധിപതിയാക്കാൻ ശ്രമിക്കാതെ അതിനെ ഒരു ഉപകരണമായി മാത്രം കാണുമ്പോഴാണ് സംഘർഷങ്ങൾ അവസാനിക്കുന്നത് എന്നാണ്. ഈ ആന്തരിക യുദ്ധം അവസാനിപ്പിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ആ ശിഖരമല്ല, മറിച്ച് വേരുകൾ ഉൾപ്പെടെയുള്ള ആ മുഴുവൻ മരമാണെന്ന ബോധത്തിലേക്ക് ഈ വിദ്യ നമ്മെ നയിക്കും. നമ്മൾ ജീവിക്കുന്നത് തത്വശാസ്ത്രങ്ങളിലാണ്. നമ്മൾ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആയി മാറിയത് ഈ ചിന്താ പദ്ധതികൾക്കുള്ളിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ എന്താണ് ഈ തത്വശാസ്ത്രങ്ങൾ? സത്യത്തിൽ അവ വാക്കുകളുടെ ഒരു പ്രത്യേക ക്രമീകരണം മാത്രമാണ്. അപ്പോൾ എന്താണ് ഈ വാക്കുകൾ? അവ ചില ശബ്ദങ്ങൾ മാത്രമാണ്. നാം പരസ്പരം അംഗീകരിച്ചിട്ടുള്ള ചില അർത്ഥങ്ങൾ ആ ശബ്ദങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് മാത്രം. ശിവനിവിടെ ദേവിയോട് പറയുന്നത് ആ ഗോവണിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാനാണ്. നോക്കൂ, അടിസ്ഥാനപരമായി എല്ലാ വാക്കുകളും ശബ്ദങ്ങൾ മാത്രമാണ്. രാമനെന്നോ ക്രിസ്തുവെന്നോ ഉള്ള വാക്കിന് നമ്മൾ അർത്ഥം നൽകുന്നത് വരെ അതിന് പ്രത്യേകിച്ചൊരു ശക്തിയുമില്ല. പക്ഷേ ആ വാക്കുകൾക്ക് നമ്മൾ നൽകിയിരിക്കുന്ന അർത്ഥം കാരണം അവയ്ക്ക് വേണ്ടി കൊല്ലാനോ മരിക്കാനോ പോലും മനുഷ്യൻ തയ്യാറാകും. അർത്ഥമെന്നത് നമ്മൾ ആ ശബ്ദത്തിലേക്ക് പ്രക്ഷേപിച്ച ഒന്നാണ്. ആ അർത്ഥം എടുത്തു മാറ്റിയാൽ അവിടെ വെറുമൊരു ശബ്ദം മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. ഈ വിദ്യ പരിശീലിക്കാൻ ശിവഭഗവാൻ നമുക്കൊരു മാർഗം പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ അവബോധത്തെ ഒരു കറുത്ത എഴുത്തുപലകയായി കാണാൻ. ആ പലകയിൽ സംസ്കൃതത്തിലെ അക്ഷരങ്ങളോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള അക്ഷരങ്ങളെ സങ്കല്പിക്കുകയെന്ന്. ആദ്യം അവയെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നമുക്കുള്ളിൽ ദർശിക്കണം. കാരണം നമ്മുടെ കണ്ണുകളിലാണ് ബോധത്തിൻ്റെ 90% നിലനിൽക്കുന്നത്. പതുക്കെ പതുക്കെ ആ അക്ഷരത്തിൻ്റെ രൂപത്തെ നമ്മൾ മറക്കണം. ആ അക്ഷരം ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം മാത്രം കാതോർക്കുക. കണ്ണിൻ്റെ കാഴ്ചയിൽ നിന്ന് ചെവിയുടെ കേൾവിയിലേക്ക് ഊന്നൽ മാറ്റുക. ഈ ഘട്ടത്തിൽ നമ്മൾ അർത്ഥങ്ങളുടെ ലോകത്തു നിന്ന് പതുക്കെ പുറത്തു കിടക്കും. ഒരു വാക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ചിന്തിക്കാതെ ആ ശബ്ദം നമ്മൾക്കുള്ളിൽ ഉണ്ടാക്കുന്ന പ്രകമ്പനത്തെ മാത്രം ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ മനസ്സിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ആഴങ്ങളിലേക്ക് താഴുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ഇത്രകാലം മുറുക്കെ പിടിച്ചിരുന്ന തത്വശാസ്ത്രങ്ങൾ വെറും ശബ്ദങ്ങളുടെ കോട്ടകൾ മാത്രമായിരുന്നു എന്നാണ്. ഈ തിരിച്ചറിവ് അഹന്തയുടെ പിടിയെ അയക്കുകയാണ്. നമുക്ക് തന്നെ കണ്ടെത്തണമെങ്കിൽ വാക്കുകളുടെ അർത്ഥമില്ലായ്മ നാം
തിരിച്ചറിഞ്ഞേ മതിയാകും. ശിവൻ ദേവിയോട് പറയുകയാണ്, ദേവി, ശബ്ദങ്ങളെ അതിസൂക്ഷ്മമായ ചേതോവികാരങ്ങളായി അനുഭവിക്കുക. പിന്നീട് അവയെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വതന്ത്രയാവുകയെന്ന്. വാക്കുകൾക്ക് താഴെ ശബ്ദങ്ങളുണ്ട്, എന്നാൽ ശബ്ദങ്ങൾക്കും താഴെ വികാരങ്ങളുമുണ്ട്. മനുഷ്യനൊഴികെയുള്ള പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഈ വികാരങ്ങളുടെ തലത്തിലാണ് വിനിമയം നടത്തുന്നത്. ഒരു പക്ഷിയുടെ പാട്ടിലോ ഒരു പശുവിൻ്റെ കരച്ചിലിലോ ഭാഷാപരമായ അർത്ഥങ്ങളൊന്നുമില്ല. എന്നാൽ വികാരങ്ങൾ തുടിക്കുന്ന ഒരർത്ഥമുണ്ട് താനും. ഒരു കൊച്ചുകുട്ടിക്ക് ഭാഷ അറിയില്ലെങ്കിലും വികാരങ്ങളിലൂടെ അവന് തൻ്റെ അമ്മയുമായി സംവദിക്കാൻ കഴിയും. നമ്മുടെ ഈ യാത്രയിൽ ശബ്ദങ്ങൾ വികാരങ്ങളെ ഉണർത്തുന്നത് എങ്ങനെയെന്ന് നാം തിരിച്ചറിയണം. ഭാരതത്തിലെ ഋഷിമാർ കണ്ടെത്തിയ വലിയൊരു സത്യമാണിത്. ഓരോ ശബ്ദവും ഒരു പ്രത്യേക വികാരവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ ശാസ്ത്രത്തിൽ നിന്നാണ് മന്ത്രങ്ങൾ ഉണ്ടായത്. നിശ്ചിതമായ ഒരു ശബ്ദം ഉള്ളിൽ മുഴങ്ങുമ്പോൾ അത് അതിനോട് ചേർന്ന ഒരു വികാരം നമുക്കുള്ളിൽ സൃഷ്ടിക്കുന്നുണ്ട്. ചില ശബ്ദങ്ങൾ നമ്മിൽ ശാന്തി നിറയ്ക്കുമ്പോൾ മറ്റു ചിലവ ആവേശം ജനിപ്പിക്കും. വികാരങ്ങൾ എന്നത് മനസ്സിനും ആത്മാവിനും ഇടയിലുള്ള ഒരു കണ്ണിയാണ്. ഒരു ശിഷ്യൻ തൻ്റെ ഉള്ളിൽ വിദ്യ ശരിയായി പരിശീലിക്കുന്നുണ്ടോ എന്ന് ഗുരുവിന് അവൻ്റെ മുഖത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതെന്തുകൊണ്ടെന്നാൽ ഉള്ളിൽ ശബ്ദം വികാരമായി മാറുമ്പോൾ ആ വികാരം മുഖത്ത് പ്രതിഫലിക്കും. നമ്മൾ അണിയുന്ന കപടമായ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമ്പോൾ മാത്രമേ നമ്മുടെ യഥാർത്ഥ വൈകാരിക സത്യം പുറത്തു വരികയുള്ളൂ. ഈ വിദ്യയുടെ അവസാന ഘട്ടത്തിൽ ശിവൻ ആവശ്യപ്പെടുന്നത് ആ വികാരങ്ങളെയും ഉപേക്ഷിക്കാനാണ്. വികാരങ്ങളുടെ ആഴത്തിലെത്തുമ്പോൾ നമ്മളൊരു വലിയ അഗാധ ഗർത്തത്തിന് അരികിലാണ് നിൽക്കുക. ആ ഗർത്തം നമ്മളാണ്. അവിടെ വാക്കുകളില്ല, ശബ്ദങ്ങളില്ല, മനസ്സിൻ്റെ കബളിപ്പിക്കലുകളുമില്ല. വികാരങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മിലേക്ക് തന്നെ, നമ്മുടെ അസ്തിത്വത്തിലേക്ക് വീഴും. അവിടെയാണ് പരമമായ സ്വാതന്ത്ര്യം. മനസ്സെന്നത് ഒരു തരം ബന്ധനമാണ്. മനസ്സിനെ ഉപേക്ഷിക്കുന്നതാണ് മോക്ഷം. ഈ വിദ്യയിലൂടെ നമ്മൾ പുറത്തെ ലോകത്തെയല്ല, മറിച്ച് നമുക്കുള്ളിലെ വാക്കുകളുടെ ലോകത്തെയാണ് ഉപേക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജ്ഞാനപ്രവാഹം ഇവിടെ പൂർണ്ണമാകുകയാണ്. വിജ്ഞാൻ ഭൈരവതന്ത്രത്തിലെ ഈ 37ാമത്തെ വിദ്യ നിങ്ങൾക്കുള്ളിലെ നിശബ്ദതയെ ഉണർത്തട്ടെ. വാക്കുകളുടെ കാടുകളിൽ നിന്ന് പുറത്തു കടന്ന് നിശബ്ദതയുടെ മഹാകാശമായി നിങ്ങൾ മാറട്ടെ. നമ്മെ നമുക്ക് എന്നേക്കുമായി ലഭിക്കാൻ വാക്കുകൾ അവസാനിക്കേണ്ടതുണ്ട്. ആ നിശബ്ദതയിൽ നിങ്ങളുടെ സത്യം തെളിയട്ടെ. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.